2011-12 കാലഘട്ടങ്ങളിൽ ഒരു സ്കെച്ച് ബുക്കിൽ നിന്ന് ജനിച്ച വിചിത്ര സൃഷ്ടി. കാസിംഗ് ലൂങ് എന്ന കലാകാരന്റെ ദ മോൺസ്റ്റർ എന്ന പുസ്തകത്തിലെ ഒരു കഥാപാത്രം ലബൂബു. അദ്ദേഹം ലബൂബു പാവകളെ ഉണ്ടാക്കി കടകളിൽ വിൽക്കാൻ ആരംഭിച്ചു. എന്നാൽ കട ഉടമസ്ഥർ അദ്ദേഹത്തെ കളിയാക്കി ചിരിച്ചു. ഇത് വളരെ ഭയാനകമാണ്, ആരും വാങ്ങില്ല. എന്നാൽ തോൽക്കാൻ സമ്മതിക്കാതെ അയാൾ സ്വന്തമായി വിൽക്കാൻ ശ്രമിച്ചു. എന്നിട്ടും പരാജയമായിരുന്നു ഫലം. ഒരു ദിവസം ചൈനയിലെ ഒരു സെലിബ്രിറ്റി ഈ വിചിത്ര ടോയിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു, ഒരു ടാഗ് ലൈനോ മറ്റു പേരുകളോ ഒന്നുമില്ലാതെ. അന്ന് രാത്രി മുതൽ ലബൂബു ഇന്റർനെറ്റ് സെൻസേഷനായി മാറി. ആളുകൾ ഇതൊരു ഹൈ എൻഡ് ഫാഷൻ ടോയ് ആണെന്ന് കരുതി വാങ്ങിക്കുവാൻ തുടങ്ങി. മണിക്കൂറുകൾക്കുള്ളിൽ സോൾഡ് ഔട്ട്. ഇന്ന് ലബൂബു ഒരു ടോയ് മാത്രമല്ല, പലരുടെയും ജീവിതത്തിന്റെ ഭാഗമാണ്. ഇപ്പോഴും ഭീകരനാണ്, പക്ഷെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഭീകരൻ. ഒരു പൂർണ്ണ പരാജയത്തിൽ നിന്ന് ലെജൻഡായി മാറിയ കഥ. ഒന്നിനെയും ഒരിക്കലും അവഗണിക്കരുതെന്ന പാഠം ഒന്നുകൂടി പഠിപ്പിച്ച കഥ. വളരെ വിചിത്രം എന്ന് തള്ളപ്പെട്ട ഒരു ടോയ് ഇന്ന് കോടികളുടെ വിൽപ്പനയുള്ള പാവയായി. ആളുകൾ പുതിയ ബ്ലൈൻഡ് ബോക്സുകൾക്കായി ഷോപ്പിന് മുന്നിൽ രാത്രി മുഴുവൻ കാത്തിരിക്കുന്നു.